ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ആർ പി ടെക് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ഫിൽറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളെ അടുത്തുനിന്നൊരു എഞ്ചിനുണ്ട്, ഒരു 100cc മേലെ വരുന്ന എഞ്ചിനാണ്. അപ്പോൾ ഈ എഞ്ചിനിൽ നമ്മൾ പുതിയ ബൈക്കുകളിൽ കാണാൻ പറ്റും, സൈഡ് കവറായിട്ട് ഇതുപോലെ ഓയിൽ ഫിൽറ്റർ അയച്ചിട്ട് ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഓയിൽ ഫിൽറ്റർ ഏത് ടൈപ്പാണ് വരുന്നതെന്നുള്ളതും എന്തിനാണ് ഓയിൽ ഫിൽറ്റർ വരുന്നതെന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുന്നത്തെ വണ്ടികളൊക്കെ നമുക്ക് എന്താണ് ഓയിൽ സ്റ്റെയിനർ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പുതിയ വാഹനങ്ങൾ, അതായത് കാറിന്റെ പോലെ തന്നെ ബൈക്കുകളിൽ നമുക്ക് എന്താണ് ഓയിൽ ഫിൽറ്റർ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഓയിൽ ചേഞ്ചിൽ കൃത്യമായിട്ട് എന്താണ് നമ്മൾ ഓയിൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓയിൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യാനായിട്ട് അതിൻ്റെ ഏത് ഭാഗത്താണ് ഓയിൽ ഫിൽറ്റർ ഇരിക്കണം എന്നുള്ളതും അപ്പോൾ തന്നെ ഓയിൽ ഫിൽറ്റർ എങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു 100cc മേലെ വരുന്ന ബൈക്കിന്റെ എഞ്ചിനാണ്, ഹീറോയുടെ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ സൈഡിലായിട്ട് നമുക്ക് എന്താണ് ക്ലച്ച് കവറിന്റെ സൈഡിലായിട്ടായിരിക്കും നമുക്ക് മിക്ക വാഹനങ്ങളുടെ എന്താണ് ഓയിലിന്റെ ഡിപ്സ്റ്റിക്, അതായത് നമ്മൾ ഓയിൽ ഒഴിക്കുന്ന പോർട്ടും അതുപോലെ തന്നെ അതിന്റെ ഓയിലിന്റെ ഫിൽറ്ററിന്റെ ക്യാപ്പൊക്കെ സൈഡിൽ വരുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കുക, നമ്മൾ ഈ കാണുന്നതാണ് ഓയിൽ ഒഴിക്കുന്ന ഒരു ക്യാപ്പാണ് ഈ കാണുന്നത്. അതായത് ഡിപ്സ്റ്റിക് ക്യാപ്പ് കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ പറയാം. അതിന് മേലായിട്ട് ഈ റൗണ്ട് ഷേപ്പിൽ കാണുന്നതാണ് ഇതിന്റെ ഫിൽറ്റർ വരുന്നത്. ഇത് റിമൂവ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഫിൽറ്റർ ഇരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് ഓയിൽ ഡ്രൈൻ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഫിൽറ്ററിന്റെ ക്യാപ്പ് അഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതിന് ഓയിൽ തള്ളിപ്പോരും. ഇതിപ്പോ ഓയിൽ ഡ്രൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന എഞ്ചിനായതുകൊണ്ടാണ് നമ്മളിത്ര ഈസി ആയിട്ട് അഴിച്ചെടുക്കുന്നത്. എപ്പോഴും നെറ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ ക്രോസ് ആയിട്ട് നമ്മൾ കറക്റ്റായിട്ട് അഴിച്ചെടുക്കാം. അതായത് ഇതിൽ 3 നെറ്റാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഫിൽറ്റർ സ്പ്രിംഗ് ലോഡിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബെൻഡ് വരാതിരിക്കാനായിട്ടാണ് നമ്മൾ എന്താണ് 3 നെറ്റും കൃത്യമായിട്ട് ഒരുപോലെ അഴിച്ചെടുക്കുക. ഓക്കെ, നമ്മൾ ഈ കവറിന്റെ നെറ്റുകളൊക്കെ അഴിച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ നമ്മൾ ഊരിയെടുക്കുമ്പോൾ ഇതിൽ പേപ്പറിന്റെ ഒരു ഫിൽറ്ററും അതുപോലെ സ്പ്രിങ്ങും നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നമുക്ക് ഇപ്പം ഈ ഒരു പോർഷൻ കണ്ട ഓയിൽ പാസ് ചെയ്യുന്ന ഈ ഒരു പോർഷനാണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ആയി വെച്ചിട്ട് ഇതിൽ വർക്കിംഗ് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഓയിൽ ഏത് ഡയറക്ഷനിലാണ് ഓയിൽ വരുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ഫിൽറ്റർ ചെയ്ത് എങ്ങനെ അകത്തേക്ക് പോകുന്നുള്ളതും ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ഞാനിപ്പോൾ നിങ്ങൾ കാണുന്ന തരത്തിൽ ഇത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇതിലൂടെ നമുക്ക് നോക്കാം. ഇതൊരു പേപ്പർ ഫിൽറ്ററാണ് ഈ കാണുന്നത്. ഈ പേപ്പർ ഫിൽറ്റർ വഴി അതിന് ഓയിൽ അരിച്ച് നമുക്ക് പുറത്തോട്ട് മീൻസ് എഞ്ചിനകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എഞ്ചിൻ്റെ ഈ കേസ് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ. ഈ കേസിൻ്റെ എന്താണ് പുറത്തൂടെ ഓയിൽ വന്നിട്ട് സെൻറ്ററിലൂടെ ഓയിൽ പാസ് ചെയ്യുന്ന ഒരു ഇതാണ് മെത്തേഡാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇതിൽ ചെറിയൊരു പാസേജ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ താഴെയായിട്ട് ഈ കാണുന്ന പാസേജ് ഇപ്പോൾ എന്താണ് ഓയിൽ അവിടെ നിന്ന് പമ്പ് വഴി, അതായത് ഓയിൽ പമ്പ് വഴി ഈ ഹോളിലൂടെ എന്താണ് അകത്തേക്ക് കയറി വരിക ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഫ്ലാറ്റ് പോർഷൻ ഉണ്ട്. അതായത് ഈ കവറിൽ എത്താവുന്ന ഇതിൽ ഫ്ലാറ്റ് പോർഷൻ ഉണ്ട്. അതായത് ഈ ഒരു ഭാഗം എന്താണ് ലെവലിൽ ക്ലോസ് ആയിട്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് ചെറിയൊരു പാസേജ് ഉണ്ട്. അതുവഴി എന്താണ് ഉൾവശത്ത് ഈ കാണുന്ന ഫിൽറ്റർ ഇരിക്കണ ഈ ഒരു ഉൾവശം നിറഞ്ഞ എന്താണ് ഓയിൽ നിറയും. അപ്പോൾ ഈ കവറിൽ സെൻട്രലായിട്ടാണ് നമ്മുടെ എന്താണ് ഫിൽറ്റർ വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കവറിൽ സെൻട്രലായിട്ട് ഫിൽറ്റർ ചെയ്യണം. ഇതിന് ചുറ്റിനും എന്താണ് ഓയിൽ നിറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പേപ്പറിൻ്റെ അകത്തൂടെ എന്താണ് ഓയിൽ കയറുകയാണ് ചെയ്യണത്. ഈ പേപ്പറിൻ്റെ അകത്തൂടെ ഓയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ സെൻറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾ കാണാൻ പറ്റും. അതായത് ഫിൽറ്റർ ചെയ്ത് വരുന്ന ഓയിൽ നേരെ ഉള്ളിലൂടെ എന്താണ് ഇതിൻ്റെ സെൻറ്ററിൽ പാസേജ് ഉണ്ട്. ഈ സെൻറ്ററിൽ വരുന്ന പാസേജ് ചെറിയൊരു അകത്തേക്ക് ലൈൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ഈ സെൻറ്ററിലുള്ള പാസേജ് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ചെറിയൊരു ഹോൾ ഇവിടെ വരും. ഈ ഹോൾ കണക്റ്റ് ആവുന്നത് ഈ സൈഡിലാണ്. അപ്പം താഴേന്ന് നമുക്ക് ഇന്ന് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഔട്ട് പോണതും ഈ സൈഡിലുള്ള പാസേജ് ആണ്. അപ്പോൾ ഇവിടുന്ന് ഓയിൽ പമ്പ് ചെയ്ത് വന്നിട്ട് പേപ്പർ ഫിൽറ്റർ വഴി ഫിൽറ്റർ ചെയ്ത് ഈ കവറിൻ്റെ സെൻറ്റർ പാസേജിലൂടെ കയറി നേരെ എഞ്ചിനകത്തേക്ക് സപ്ലൈ എല്ലാ ഭാഗത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ഫിൽറ്റർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഓയിൽ എന്താണ് ഇതിനകത്ത് കത്തിക്കൊണ്ടിരിക്കുകയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഓയിൽ ഹീറ്റ് ആവേണ്ട, അതിൻ്റെ കണ്ടീഷൻ ചേഞ്ച് ആവേണ്ട. അപ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ മെറ്റൽ പാർട്സുകളും തരികളും ഓയിൽ പെട്രോൾ അതിൽ എന്തെങ്കിലും മിക്സ് ആയിട്ടൊക്കെ അഴുക്കുകളും എല്ലാം വരും. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ മിക്സ് ആവും. അപ്പോൾ ഇതെല്ലാം എന്താണ് മറ്റുള്ള ഭാഗങ്ങളിൽ സെപ്പറേറ്റ് തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പമ്പ് വഴി ഫിൽറ്റർ ചെയ്ത് വരുന്ന ടൈമിൽ തന്നെ ഈ പേപ്പർ ഫിൽറ്ററിൽ തങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് എന്ത് അഴുക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും മെറ്റൽ തരികൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിലെന്താണ് തങ്ങി നിന്നോളും. അപ്പോൾ ഇത് എഞ്ചിൻ്റെ മെയിൻ ബെയറിങ്ങൾ പാർട്സുകളുടെ ഉള്ളിലേക്ക് ഈ അഴുക്കായിട്ടുള്ള ഓയിൽ കയറി ചെല്ലാതെ
ഈ ഫിൽറ്റർ തടഞ്ഞു നിർത്തും. അപ്പോൾ നമ്മൾ ഓരോ ഓയിൽ ചേഞ്ചിലും കൃത്യമായിട്ട് ഈ ഫിൽറ്റർ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഈ ഫിൽറ്ററിൽ എന്താണ് ഈ പേപ്പർ ബ്ലോക്കായിട്ട് ഓയിൽ പാസേജ് ബ്ലോക്ക് ആവും. അതായത് ഓയിലിൻ്റെ ഫ്ലോ കുറയും, എഞ്ചിനിൽ ഹീറ്റ് കൂടാം, എഞ്ചിൻ്റെ സ്മൂത്ത് കുറയാം, അപ്പോൾ എഞ്ചിൻ കംപ്ലൈൻറ്റുകൾ ഒരുപാട് വരാം. അപ്പോൾ ഫിൽറ്റർ അതായത് നമ്മുടെ ഓയിൽ ചേഞ്ചിൽ ഈ ഓയിൽ ഫിൽറ്റർ കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ സർവീസിൽ കൃത്യമായിട്ട് ചേഞ്ച് ചെയ്തോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ഓയിൽ ഫിൽറ്ററുകൾ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ ഓറിങ് അതായത് ഈ കവറിൽ വരുന്ന ഓറിങ് കൃത്യമായിട്ട് ഡാമേജ് ഇല്ലാതിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും എയർ ലീക്കേജ് പ്രശ്നങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഓയിൽ ലീക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡിലൂടെ അതായത് ഈ കവർ ഇരിക്കുന്നതിൻ്റെ ഇതിപ്പോൾ ഈ കവർ ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കും. ഓക്കെ, ഇതിന് സൈഡിലൂടെ എന്താണ് ഓയിൽ ലീക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതും കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരിത് അഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ ബോണ്ടിങ് ചെയ്യാറുണ്ട്. അതായത് നമ്മളെ എൻജിൻ ബോണ്ട് ഉപയോഗിച്ച് ഇത് ഫില്ല് ചെയ്യാറുണ്ട്. അതിൽ കുഴപ്പമൊന്നുമില്ല. കൃത്യമായിട്ട് ഈ ഓറിങ് കൃത്യമായിട്ട് ടൈറ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓറിങ്ങിന് കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ ബോണ്ടിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമുക്കപ്പോൾ ഇത് തിരിച്ച് റീസെറ്റ് ചെയ്യാം. ഇതിൽ ഫിൽറ്റർ ഇത് കംപ്ലൈൻറ്റ് ഇല്ലാത്ത ഫിൽറ്ററാണ്, പുതിയ ഫിൽറ്ററാണ് ഞാൻ തിരിക്കുന്നത്. ഓക്കെ, ഫിൽറ്റർ ഇതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യണം. ഈ ഒരു പോർഷനിൽ നിറയെ ഓയിലും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം എന്താണ് നമ്മൾ ഈ ഒരു കവറിങ് അതിൽ ഫിൽറ്റർ വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം നമ്മൾ കൃത്യമായിട്ട് അതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇത് സ്പ്രിംഗ് ലോഡ് ആയതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒന്ന് തള്ളിപ്പിടിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നത്. അതായത് സ്പ്രിങ്ങിൻ്റെ പ്രഷർ ഇങ്ങോട്ടുണ്ടാവും. അപ്പോൾ അത് എന്തിനാണ് സ്പ്രിങ് കൊടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ പേപ്പർ ഫിൽറ്റർ കൃത്യമായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലൂസ് വന്നു കഴിഞ്ഞാൽ എന്താണ് ഓയിൽ ലീക്കായിട്ട് ഫിൽറ്ററിങ് കൃത്യമായിട്ട് നടക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു കവറിങ്ങിൽ എന്താണ് കൃത്യമായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ബോൾട്ട് ത്രെഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് കറക്റ്റായിട്ട് 3 ബോൾട്ടുകളും ഒരുപോലെ ത്രെഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം എന്താണ് ഒരു ഭാഗത്ത് ടൈറ്റ് കൂടുതലും ഒരു ഭാഗത്ത് ടൈറ്റ് കുറവും ഈ ഒരു കവറിന് ചെറിയൊരു ബെൻഡ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ ലീക്കേജാണ് അവിടെ പ്രശ്നം വരിക. അതുപോലെ തന്നെ ത്രെഡ് കംപ്ലൈൻറ്റുകളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എഞ്ചിൻ്റെ ത്രെഡുകൾ അല്ലെങ്കിൽ എഞ്ചിൻ ബോൾട്ടുകളൊക്കെ ഇടുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഓയിൽ പാസേജിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് കൃത്യമായിട്ട് കവർ അതുപോലെ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് എന്താണ് ഇതിലെ 3 ബോൾട്ടുകളും ഞാൻ ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ത്രെഡ് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യുക. നമ്മളെ ബോൾട്ട് ടൈറ്റ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കുഞ്ഞു ബോൾട്ടുകളിലൊക്കെ എന്താണ് അഴുക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അഴുക്കും മണ്ണ് തരിയൊക്കെ പറ്റി പിടിച്ച് കഴിഞ്ഞാൽ ഈ ബോൾട്ട് ടൈറ്റ് വരും. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ത്രെഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. കൃത്യമായിട്ട് ഇതുപോലെ എന്താണ് ത്രെഡ് കറക്റ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇതുപോലെ ഒരുപോലെ ത്രെഡ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ടീ സ്പാനർ വെച്ചോ അല്ലെങ്കിൽ ബോക്സ് സെറ്റ് വെച്ച് ടൈറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഞാനിപ്പോൾ ഇത് കൈ കൊണ്ട് കൃത്യമായിട്ട് ഇത് ടൈറ്റ് ചെയ്തതിന് ശേഷം എന്താണ് ഓക്കെ ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രം എന്താണ് ഞാൻ ടീ സ്പാനർ വെച്ചിട്ട് കൃത്യമായിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിത് കാസ്റ്റിംഗ് കവർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓവർ ടൈറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ത്രെഡ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കവറിൻ്റെ എഡ്ജ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് മൊത്തത്തിൽ നമുക്ക് പാർട്ട് നമുക്ക് ഓർഡർ ചെയ്യേണ്ടി വരും. അതായത് ഈ ഒരു കവറിങ് നമുക്ക് ഓർഡർ ചെയ്താലേ പിന്നെ കിട്ടുള്ളൂ. അതായത് കോമൺ ആയിട്ട് ഇത് ഈ പാർട്ട് അവൈലബിൾ ആയിരിക്കില്ല, അതായത് ഈ ഒരു കവറിങ്. അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ത്രെഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രെഡൊക്കെ റീത്രെഡ് കട്ടിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഒരു വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തിനാണ് ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യണം എന്നുള്ളതും ഓയിൽ ഫിൽറ്റർ എന്തിനാണ് വണ്ടിയിൽ വന്നിരിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇത് ഈ ഓയിൽ ഫിൽറ്ററിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനപ്പോൾ ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കമൻറ്റുകളുടെ ആൻസറുകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്യുക എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.